ചെമ്പനീർ പൂവിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സച്ചിനെ വീണ്ടും ഓട്ടം വിളിക്കാട്ടോ നീലിമ. കാറിൽ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് പെട്ടെന്ന് നീലിമക്ക് ഒരു ഫോൺ കോൾ വരെയാണ്. എന്നിട്ട് ചോദിക്കുന്നത്, അയ്യോ അത് പൂട്ടിപ്പോയോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ നീലിമ ആകെ ടെൻഷനാവും. അന്നേരം സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ മാഡം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് നീലിമ പറയുന്നുണ്ട്, അത് ഞാൻ നാട്ടിൽ വന്ന ഇവിടെ സ്ഥിരമായിട്ട് പോവാറുള്ള ഒരു ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നു, അതിപ്പോ അടച്ചു പോയി എന്നാ പറഞ്ഞത്. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നിൽക്കാട്ടോ നീലിമ. അന്നേരം സച്ചി പറഞ്ഞിട്ട്, മാഡം വിഷമിക്കൊന്നും വേണ്ട, മാഡത്തിന് ഞാൻ അടിപൊളി നല്ലൊരു ബ്യൂട്ടി പാർലറിലേക്ക് ആക്കി തരാം. അവിടെയുള്ള മാഡം നല്ല സൂപ്പറാണ്, നല്ല രീതിയിൽ തന്നെ മേക്കപ്പ് ഒക്കെ ചെയ്തു തരും. അന്നേരം നീലിമ ചോദിക്കുന്നുണ്ട്, ആഹാ ആണോ, സച്ചിക്ക് പരിചയമുള്ള ആളാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് സച്ചി പറഞ്ഞിട്ട്, ആ എനിക്ക് നല്ല പരിചയമുള്ള ആളാണ്, എങ്കിൽ പിന്നെ ആ ബ്യൂട്ടി പാർലറിൽ തന്നെ എന്നെ കൊണ്ട് ഇറക്കി തായോ എന്ന് പറയട്ടോ നീലിമ. അങ്ങനെ സച്ചി നീലിമയും കൂട്ടിക്കൊണ്ട് നേരെ പോകുന്നത് നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലേക്കായിരിക്കും. നീലിമയെ നേരെ കൊണ്ടുപോയിട്ട് ശ്രുതിയുടെ ബ്യൂട്ടി പാർലർ തൊട്ടുപടുത്ത് ഇറക്കി കൊടുത്ത സമയത്തിന് നീലിമ ഏതായാലും പൈസയൊക്കെ സച്ചിക്ക് കൊടുത്തിട്ട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് സച്ചി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. ഏതായാലും നീലിമ നേരെ കയറി പോകുന്നത് ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലേക്കാണ്. എന്നാൽ നീലിമ തന്റെ ബ്യൂട്ടി പാർലറിലേക്ക് കയറി വരുന്ന സമയത്തിന് ഒറ്റ നോട്ടത്തിൽ തന്നെ ആ ഒരു ഫോട്ടോ ശ്രുതി കാണിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ ശ്രുതിക്ക് നീലിമയെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് നീലിമയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒന്നും അറിയാത്തതുപോലെ, എന്താ മാഡത്തിന് വേണ്ടതെന്നൊക്കെ ചോദിച്ചു വരികയാണ് ശ്രുതി. അന്നേരം നീലിമ പറഞ്ഞിട്ട്, എനിക്ക് ഗോൾഡൻ ഫേഷ്യൽ ചെയ്യണം, അതുപോലെ പെഡിക്യൂർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അന്നേരം ശ്രുതി പറഞ്ഞിട്ട്, എങ്കിൽ പിന്നെ മാഡം ഇവിടെ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ് നീലിമയെ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട് കേട്ടോ. ആടെ ഇന്നിനെ ഞാൻ ശരിക്കും അങ്ങ് മേക്കപ്പ് ചെയ്ത് സെറ്റ് ആക്കി തരാൻ വഴിയെന്ന് ഇങ്ങനെ ശ്രുതി മനസ്സിൽ പറയുന്നുണ്ട്. എന്നിട്ട് നീലിമയോട് പറഞ്ഞിട്ട്, മാഡം ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം എന്നൊക്കെ പറഞ്ഞ് ശ്രുതി വേഗം ഫോൺ എടുത്തുകൊണ്ട് നേരെ പുറത്തേക്ക് പോവാണ്. ശ്രുതി നേരെ ഫോൺ എടുത്തിട്ട് നേരെ ശ്രുതിക്ക് വിളിക്കാൻ വേണ്ടിയിട്ടായിരിക്കട്ടെ പോയിരിക്കുന്നത്. എന്നിട്ട് ശ്രുതിയോട് പറഞ്ഞിട്ട്, നീ എത്രയും പെട്ടെന്ന് ഇപ്പൊ തന്നെ ബ്യൂട്ടി പാർലറിലേക്ക് വരണം. അന്നേരം എന്താ ശ്രുതി, എന്താ ഇത്ര അർജന്റ് എന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രുതി പറഞ്ഞിട്ട്, അതൊന്നും ഇപ്പൊ പറയാൻ സമയമില്ല, നീ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരണം, നിനക്ക് എന്ത് മറ്റു അർജന്റ് ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ചിട്ട് ഇപ്പൊ തന്നെ ഇങ്ങോട്ടേക്ക് ഓടി വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ശ്രുതി ഫോൺ കട്ട് ചെയ്യുന്നത്. ശ്രുതി ഏതായാലും എന്തായിരിക്കും പ്രശ്നം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ഓടി പിടിച്ചിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നാൽ ശ്രുതി വരുന്ന നേരം കൊണ്ട് തന്നെ ശ്രുതി നേരെ നീലിമയുടെ അടുത്തേക്ക് വന്നിട്ട് നീലിമക്ക് ഇങ്ങനെ മേക്കപ്പ് ചെയ്യുന്നത് പോലെ ഇങ്ങനെ കൈയോടെ കുഴിഞ്ഞിട്ട് ഇങ്ങനെ തൊട്ട് തലോടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശ്രുതി നീലിമ ഇങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറകിലൂടെ ഇങ്ങനെ ശ്രുതി വരുന്നത്. എന്നാൽ കണ്ണാടിയിലൂടെ ശ്രുതിയുടെ മുഖം കാണുന്ന സമയത്തിന് നീലിമ അങ്ങ് പെട്ടെന്ന് പേടിച്ചിട്ട് ചാടി അങ്ങ് ഞെട്ടി എഴുന്നേൽക്കും. ശ്രുതിയെ കാണുന്ന ഞെട്ടലോട് കൂടി തന്നെ നീലിമ അങ്ങനെ ശ്രുതിയോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രുതി പറഞ്ഞിട്ട്, അതെടി ഞാൻ ഇവിടെ വന്നു, നിന്നെ ഞാൻ ഇത്ര നാളായിട്ട് തേടി നടക്കുമായിരുന്നു, എടി നീ എന്തിനാടി എന്റെ കയ്യിൽ നിന്നും പണം കട്ടുകൊണ്ടുപോയത് എന്നൊക്കെ പറഞ്ഞ് നീലിമ എങ്ങനെ ബലമായിട്ട് പിടിക്കും. ആ സമയത്തിന് എന്നെ വിട് എന്നൊക്കെ പറഞ്ഞ് കൊതറിയിട്ട് അവിടെ നിന്നും ഓടിപ്പോവാൻ നോക്കുന്നുണ്ട് കേട്ടോ നീലിമ. അപ്പോഴേക്കും ശ്രുതി വന്നിട്ട്, നിക്കടെ അവിടെ ഇരിക്കടെ അവിടെ, നീ എങ്ങോട്ടേക്കാടി ഓടി ഒരു രക്ഷപ്പെടാൻ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിനെ നീലിമ അവിടെ അങ്ങ് പിടിച്ചിരുത്തു. ആ സമയത്തായിരിക്കും ശ്രുതി നീലിമയോട് പറഞ്ഞിട്ട്, ഇതെന്റെ ഭാര്യയുടെ ബ്യൂട്ടി പാർലറാണ് എന്നിങ്ങനെ പറയുന്നതോടുകൂടി ആയിരിക്കും നീലിമക്ക് തനിക്ക് പറ്റിയ ആ ഒരു വലിയ അബദ്ധം തന്നെ മനസ്സിലാവുന്നത്. ഏതായാലും പിടിച്ച പിടിയാലത്തിന് നീലിമയെ രണ്ടുപേരും ചേർന്നിട്ട് ആ ഒരു കസാരയിൽ അങ്ങ് കയ്യും കാലും അങ്ങ് കെട്ടിയിട്ട് ബന്ദിയാക്കും. എന്നിട്ട് സുധി എത്രയും പെട്ടെന്ന് തന്നെ പോലീസിൽ വിളിച്ചിട്ട് വിവരം അറിയിക്കുന്നുണ്ട്. ഓൾറെഡി സുധി നീലിമയ്ക്കെതിരായിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടല്ലോ, തന്റെ 50 ലക്ഷം രൂപയുമായിട്ട് ഒരു സ്ത്രീ മുങ്ങിയെന്നൊക്കെ. ഏതായാലും ശ്രുതി വിളിച്ചതനുസരിച്ച് പോലീസുകാർ എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് മാത്രമല്ല നീലിമയും അതുപോലെ ശ്രുതിയും കൂട്ടിക്കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതിനു ശേഷം അവരെ ചോദ്യം ചെയ്യുന്ന സമയത്തിന് ശ്രുതിയും പിടിച്ച പിടിയാൽ അങ്ങനെ നിൽക്കുമായിരിക്കും. ഇവൾ ഞാൻ എന്റെ കയ്യിൽ നിന്നും 50 ലക്ഷം രൂപ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു, ഇത്ര കാലമായില്ലേ കൊണ്ടുപോയിട്ട്, അതുകൊണ്ട് അതിന്റെ പലിശ സഹിതം എനിക്ക് എന്റെ മുഴുവൻ പണം കിട്ടിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിങ്ങനെ നിൽക്കുമായിരിക്കും ശ്രുതി. എന്നാൽ നീലിമയാണെങ്കിലോ ഞാനൊരു 10 പൈസ കൊടുക്കില്ല എന്ന രീതിയിൽ ഇങ്ങനെ തറപ്പിച്ച് പറഞ്ഞ് നിൽക്കുമായിരിക്കും. നീലിമയുടെ കയ്യിലാണെങ്കിൽ ഇഷ്ടം പോലെ കാശുള്ളത് കൊണ്ട് തന്നെ നീലിമക്ക് അറിയാവുന്ന ഒരു വക്കീലിനെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു വരുത്തുന്നുണ്ട്. വക്കീലിനെ വിളിച്ചു വരുത്തിയതിനു ശേഷം നീലിമ എല്ലാ കാര്യങ്ങളും പറയുന്ന സമയത്തിന് വക്കീലിന് ഏകദാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം വക്കീൽ ഇങ്ങനെ നീലിമയോട് പറഞ്ഞിട്ട്, ഇതൊക്കെ പ്രശ്നങ്ങൾ ആകെ തകിടം കുഴഞ്ഞു കിടക്കുവാണ്, അതുകൊണ്ട് തന്നെ ഇനിയും ഈ ഒരു കേസിനും വഴക്കു നിന്ന് കഴിഞ്ഞാൽ പിന്നെ നീലിമക്ക് തന്നെയായിരിക്കും പ്രശ്നം വരുന്നത്. മാഡം ഒരിക്കലും ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകുന്നു വേണ്ട. മാഡം ഇപ്പൊ കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാഡത്തിന് ഒരു പക്ഷേ ഇതിന്റെ അപ്പുറം നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. മാഡം ശരിക്കും അവരെ വഞ്ചിച്ചതാണ് എന്ന് തെളിവ് സഹിതം തന്നെ അവർ ഓൾറെഡി പോലീസ് സ്റ്റേഷൻ പറഞ്ഞതാണ്. ഇതിൽ നിന്ന് ഒരിക്കലും മാഡത്തിന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അവരിനി കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മാഡത്തിന് ഇപ്പൊ നിലവിലുള്ള സ്വത്ത് പോലും നഷ്ടപ്പെടും. മാഡത്തിന്റെ ഇപ്പൊ ഉള്ള ആസ്തി എന്താന്ന് മാഡത്തിന് അറിയാലോ, ആ ബാങ്ക് അക്കൗണ്ട് പോലും ഒരു പക്ഷെ ഫ്രീസ് ചെയ്തു എന്നൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞു കൊടുക്കാട്ടോ വക്കീല്. അതുകൊണ്ട് അവരെന്താണോ ആവശ്യപ്പെടുന്നത് അവരുടെ പണം മുഴുവനായിട്ട് അവർക്ക് കൊടുക്കുക തന്നെയാണ് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ് വക്കീല്. എന്നാൽ നീലിമ ആദ്യം ഈ ഒരു കാര്യങ്ങളൊന്നും തന്നെ അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും തെളിവെല്ലാം തനിക്കെതിരാണ് എന്ന് വക്കീല്
മനസ്സിലാക്കി കൊടുക്കുന്നതോടുകൂടി തന്നെ മറ്റ് നിവൃത്തിയില്ലാത്ത ശ്രുതിയുടെയും സുധിയുടെയും ആ ഒരു ആവശ്യമെല്ലാം തന്നെ നീലിമ അംഗീകരിക്കും. എന്നാൽ ഇതേ സമയത്തിന് രേവതിക്ക് ഒരു അബദ്ധം പറ്റുന്നുണ്ട്. രേവതി ആ ഒരു സ്കൂട്ടിൽ ഇങ്ങനെ പൂ കൊടുക്കുന്ന സമയത്തിന് പെട്ടെന്ന് ഒരു കടയിൽ കയറിയിട്ട് പെട്ടെന്ന് അങ്ങ് പൂ കൊടുത്ത് തിരിച്ചു വരാമെന്നൊക്കെ ചിന്തിച്ച് കടയുടെ മുന്നിൽ വണ്ടി ഇട്ടുകൊണ്ട് തന്നെ ആ ഒരു കടയിലേക്ക് പോയിട്ട് പൂ കൊടുക്കുന്നുണ്ട്. എന്നാൽ രേവതി വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് നോ പാർക്കിംഗ് ഏരിയയിലേക്കായിരിക്കും. ആ കടയിലേക്ക് കൊണ്ടുപോയിട്ട് രേവതി ആ ഒരു പൂ കൊടുക്കുന്ന സമയത്തിന് കടയിലെ ചേച്ചി പറഞ്ഞിട്ട് രേവതി ഒരു മിനിറ്റ് ഞാനിത് ഇപ്പൊ വരാമെന്നൊക്കെ പറഞ്ഞ് രേവതിയെ ആ ഒരു കടയിലാക്കിക്കൊണ്ട് തന്നെ ചേച്ചി അവിടെ നിന്നും പോവാണ്. എന്നാൽ ചേച്ചി പെട്ടെന്ന് അങ്ങ് പോകുന്നതോടുകൂടി തന്നെ ശരി ചേച്ചി പോയിട്ട് പോയോ എന്നൊക്കെ പറഞ്ഞ് രേവതി കുറച്ചു നേരത്തേക്ക് ആ ഒരു കടയിൽ നിൽക്കും. എന്നാൽ ഇതേ സമയത്തിന് നോ പാർക്കിംഗ് ഏരിയയിൽ കിടക്കുന്ന രേവതിയുടെ ആ ഒരു സ്കൂട്ടർ എടുത്തിട്ട് പോലീസുകാർ അവിടെ നിന്നും എടുത്തിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിടും. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം ആ ഒരു കടക്കാരി ചേച്ചി അങ്ങോട്ടേക്ക് വരുന്ന സമയത്തായിരിക്കും രേവതി അവിടെ നിന്നും പുറത്തേക്ക് വരുന്നത്. എന്നിട്ട് ചുറ്റും നോക്കുന്ന സമയത്തിന് താൻ പാർക്ക് ചെയ്ത സ്ഥലത്തൊന്നും ആ ഒരു വണ്ടി അവിടെ കാണുന്നില്ല. എന്നിട്ട് അവിടെ ചുറ്റും നിൽക്കുന്ന ആ ഒരു ആൾക്കാരോടെല്ലാം രേവതി എന്റെ വണ്ടി ഇവിടെ കണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തായിരിക്കട്ടെ അവര് പറഞ്ഞു കൊടുക്കുന്നത് അത് നോ പാർക്കിംഗ് ഏരിയയിൽ ഇട്ടത് കൊണ്ട് തന്നെ പോലീസുകാർ ഒരു വണ്ടിയുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി എന്ന് പറയും. ആ സമയത്തായിരിക്കും അത് നോ പാർക്കിംഗ് ഏരിയ ആയിരുന്നു എന്ന കാര്യമെല്ലാം തന്നെ രേവതി മനസ്സിലാക്കുന്നത്. രേവതി ആണെങ്കിൽ ബോർഡൊന്നും വായിച്ചിരുന്നുമില്ല. രേവതി ഏതായാലും തന്റെ വണ്ടി തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ സച്ചി അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തും. അങ്ങനെ സച്ചിയും രേവതിയും ചേർന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടാവും. സച്ചിയും രേവതിയും പോലീസ് സ്റ്റേഷന്റെ പുറത്തുണ്ടാവും. ഇതേ സമയത്ത് തന്നെ ആയിരിക്കട്ടോ സുധിയും ശ്രുതിയും നീലയും കൊണ്ട് മറ്റൊരു കേസുമായിട്ട് അകത്ത് പോലീസ് സ്റ്റേഷന്റെ അകത്ത് ഇവര് രണ്ടുപേരും രേവതിയുടെ വണ്ടി തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പുറത്ത് നിൽക്കുന്നുണ്ട്. ട്രാഫിക് പോലീസിനെ വെയിറ്റ് ചെയ്തുകൊണ്ടായിരിക്കട്ടോ സച്ചിയും രേവതിയും പുറത്തിങ്ങനെ നിൽക്കുന്നത്. ഏതായാലും നീലിമയുടെ സുധിയുടെയും ശ്രുതിയുടെയും ആ ഒരു കേസിന്റെ കാര്യം ഏകദേശം തീരുമാനമാവും. ആ സമയത്തിന്റെ വക്കീല് പറയുന്നുണ്ട് നീലിമക്ക് ഏതായാലും ഈ ഒരു കേസിൽ ആരെങ്കിലും സാക്ഷിയായിട്ട് ഒപ്പിട്ട് തരണം. എന്നാൽ നീലിമക്കാണെങ്കിൽ സാക്ഷിയായിട്ട് ഒപ്പിട്ട് തരാൻ മാത്രം ഈ നാട്ടിൽ പരിചയമുള്ള ആരും തന്നെ ഇല്ല. അങ്ങനെ നീലിമ എന്ത് ചെയ്യണമെന്നറിയാതെ ആ ഒരു പേപ്പറും പിടിച്ച് പുറത്തേക്ക് പോയി നോക്കുന്ന സമയത്തായിരിക്കും സച്ചിയെ കാണുന്നത്. നീലിമ വേഗം വന്നിട്ട് സച്ചിയോട് പറയുന്നുണ്ട് അതെ എനിക്കൊരു ചെറിയ കേസുണ്ട്, താങ്കൾ എനിക്ക് സാക്ഷിയായിട്ടൊന്ന് ഒപ്പിട്ട് തരാമോ എന്ന് ചോദിക്കും. അന്നേരം എന്താ മേഡം കേസ് എന്ന് ചോദിക്കുന്ന സമയത്തിന് അതൊക്കെ ചെറിയൊരു കേസാണ്, തനിക്ക് ഇതിലൊന്ന് ഒപ്പിട്ട് തരാമോ എന്ന് ചോദിക്കും. ഏതായാലും ഓക്കെ മേഡം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നീലിമക്ക് അതിൽ ഒപ്പിട്ട് സാക്ഷിയായിട്ട് ഒപ്പിട്ട് കൊടുക്കുന്നത് സച്ചിയായിരിക്കും. എന്നാൽ ഇതിന്റെ അകത്ത് കിടക്കുന്നത് സുധിയും ശ്രുതിയാണെന്ന കാര്യം അതുപോലെ തന്നെ നീലിമ എന്ത് കേസിലാണ് ഇങ്ങനെ അകപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യമൊന്നും സച്ചിക്കറിയില്ല. നീലിമ മാത്രം പുറത്തേക്ക് വരുന്നതോടുകൂടി തന്നെ നീലിമക്ക് ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ സച്ചി അതിൽ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒപ്പിട്ട പേപ്പറുമായിട്ട് നീലിമ നേരെ അകത്തേക്ക് ചെല്ലും. നീലിമ അകത്തേക്ക് കയറി ചെന്ന ഉടനെ തന്നെ സുധിയുടെ അക്കൗണ്ടിലേക്ക് 50 ലക്ഷം രൂപ പലിശ സഹിതം തന്നെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റ് ആയി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമായിരിക്കട്ടോ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങുന്നതും. ഏതായാലും പൈസ തങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നതോടുകൂടി തന്നെ ശ്രുതിക്കും ഒരുപാടധികം സന്തോഷാവുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട് ഏതായാലും അമ്പലത്തിലേക്ക് കയറിയതും വഴിപാട് കഴിച്ചതിലും ഈ ഒരു കാര്യത്തിലെങ്കിലും ഒരു തീരുമാനം ഉണ്ടായല്ലോ, അതേതായാലും ഭയങ്കര സന്തോഷായി. ഏതായാലും അവരുടെ കേസെല്ലാം ഒതുക്കി തീർത്തതിനു ശേഷം ശ്രുതിയും അവിടെ നിന്നങ്ങ് പോകുന്നതോടുകൂടി തന്നെ രേവതിയും സച്ചിയും അകത്തേക്ക് കയറി വരുന്നുണ്ട്. ഒരിക്കലും സച്ചിയും ശ്രുതിയും തമ്മിൽ നേരിട്ട് കാണുന്നൊന്നുമില്ല. സച്ചി ഏതായാലും പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നതിന് ശേഷം രേവതിയുടെ സ്കൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ പറ്റിയിട്ട് സംസാരിക്കുന്ന സമയത്ത് തന്നെ രേവതിയുടെ സ്കൂട്ടി വിട്ടുകൊടുക്കുന്നുണ്ടെന്ന് മാത്രമല്ല അവർ രണ്ടുപേരും സന്തോഷത്തോടു കൂടിയായിരിക്കും അവിടെ നിന്നും ഇറങ്ങി പോകുന്നത്. ഏതായാലും ശ്രുതിയും ചേർന്നുകൊണ്ട് തന്നെ നീലിമയുടെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ വാങ്ങിച്ചെടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല പിന്നീട് അങ്ങോട്ടേക്ക് ആ ഒരു പണം കൊണ്ട് ഇവരെന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ ഉടനെ തന്നെ പറയാട്ടോ. അപ്പോൾ ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇങ്ങനെയുള്ള എപ്പിസോഡൊക്കെ നിങ്ങൾക്ക് എന്നും കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.